നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI ബാൻഡ് 3i ഒരു ചെറിയൊരു റിവ്യൂ ആണ്. സോ MI ബാൻഡ് 3i എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ MI ബാൻഡ് 4ൻ്റെ അത്ര സ്പെസിഫിക്കേഷൻസ് ഇല്ലെങ്കിലും MI ബാൻഡ് 3യേക്കാളും കുറച്ചുകൂടി എന്താ പറയുക സ്പെസിഫിക്കലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് MI ബാൻഡ് 3i എന്ന് പറഞ്ഞാൽ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. കാരണം ഇത് എനിക്ക് MI ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് യൂണിറ്റ് അയച്ചു തന്നതാണ്. ഒരുപാട് യൂട്യൂബേഴ്സിനും അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ബാൻഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബാൻഡ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും കാണത്തില്ല. നമ്മുടെ MI ബാൻഡ് 3 തന്നെയാണ് MI ബാൻഡ് 3i എന്ന് പറയുന്നത്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും എന്താ പറയുക ഫിസിക്കലി കാണാൻ പറ്റുന്നില്ല, അത് യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ചേഞ്ചസ് അവർ വരുത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു OLED ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് അവർ പറയുന്നുണ്ട്. പിന്നീട് 5 AM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നീട് കോൾ ആൻഡ് നോട്ടിഫിക്കേഷൻ അലേർട്ട് അവർ പറയുന്നുണ്ട്. കാരണം എല്ലാ ബാൻഡിലും ഉള്ളതുപോലെ തന്നെ കോൾ ആൻഡ് നോട്ടിഫിക്കേഷൻ അലേർട്ട് ഉണ്ട്. പിന്നീട് സ്റ്റെപ്പ് ആൻഡ് കലോറി ട്രാക്കറും ഉണ്ട്. പക്ഷേ എന്താണ് ഇതിനെ കുറച്ചൊന്ന് സ്പെഷ്യൽ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1299 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 1300 രൂപ. 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു MI ബാൻഡ് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് നമ്മൾ MI ബാൻഡ് 4ലെ പോലെ AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, ഒരു OLED ഡിസ്പ്ലേ ആണ്. അത് കണ്ടാൽ മനസ്സിലാവും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് OLED ഡിസ്പ്ലേ ആണ്. നമ്മളത് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്കവിടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എന്നുള്ളത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കും. ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ട്രെഡ്മില്ലിൽ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കും. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് MI ബാൻഡ് 3യിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഒരു 1300 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത് വേറൊന്നുമല്ല, ഒരു MI ബാൻഡ്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ചാർജ് ചെയ്യുന്ന സാധനവും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കവറിൽ നിന്ന് നമ്മളിതിനെ ഓപ്പൺ ആക്കണം. കുറച്ച് പാടാണ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു 2 പോർട്ട് ഉണ്ടോ, 2 പോർട്ട്, ഈ 2 പോർട്ടിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ചാർജറിൽ കണക്ട് ചെയ്യണം. സോ സിമ്പിളാണ്. നിങ്ങൾക്ക് 20 ദിവസത്തെ ബാക്കപ്പ് കമ്പനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലും ബാക്കപ്പിൻ്റെ ഇഷ്യൂസ് ഇതുവരെ MI ബാൻഡിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ബാക്കപ്പ് കിട്ടുന്നത് തന്നെയാണ് MI ബാൻഡ്. മറ്റ് സ്മാർട്ട് ബാൻഡിൽ നിന്ന് നല്ലതുപോലെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇത് മഴയത്തൊക്കെ ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇടാവുന്നതാണ്. സോ ഞാൻ ഇത് ഒന്ന് എൻ്റെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് MI ഫിറ്റ് ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കണക്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കുക. ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതുമായിട്ട് ആദ്യം ഒന്ന് പെയർ ആക്കണം. ആദ്യം നിങ്ങൾ മാനുവലി പെയർ ആക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളും. നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, നിങ്ങൾ എയർപോഡൊക്കെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ആവും എന്നുള്ളത്. ഉറപ്പായിട്ടും കണക്ട് ആവും. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്താണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കണക്ട് ആവും. ഇപ്പോൾ എൻ്റെ ഫോണുമായിട്ട് ഈ ഒരു ബാൻഡ് കണക്ട് ആയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം എനിക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതായത് എന്തെങ്കിലും കോളുകൾ വന്നു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഒരു നമ്പറിൽ നിന്ന് ഞാൻ ഈ ഫോണിലേക്ക് വിളിച്ച സമയത്ത് കോൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് നമ്മളെ എണീപ്പിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1300 രൂപയ്ക്ക് ഒരു MI ബാൻഡ് കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ്. അല്ലാണ്ട് വലിയ എടുത്ത് പറയാനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ വൈസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കാരണം എനിക്ക് നോർമലി MI ബാൻഡ് 4ൽ കിട്ടിയത് തന്നെ, 4ലും 3ലൊക്കെ ആയിട്ട് കിട്ടിയത് തന്നെയാണ് ഇതിനകത്തും കിട്ടുന്നത്. പിന്നീട് നമ്മുടെ MI ബാൻഡ് 4ലുള്ള AMOLED ഡിസ്പ്ലേ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര മിനിമലാണ്. കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് MI ബാൻഡ് 4നേക്കാളും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ബാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ട സമയത്ത് മനസ്സിലായി കാണും, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. വേറൊന്നുമല്ല, നമ്മുടെ ഗാഡ്ജറ്റ്സ് മലയാളത്തിൽ നമ്മുടെ ക്രൂവിലേക്ക് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഉല്ലാസ് ഓൺലൈൻ. സോ അടിപൊളി വീഡിയോസൊക്കെയാണ്. അവൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് ഞാൻ ഇവിടെ ഹയർ ചെയ്തത്. സോ അവനും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ബിഹൈൻഡ് ദ സീനുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും കൂടുതൽ വിവരങ്ങളെല്ലാം, കൂടുതൽ ഇവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അടിപൊളി ക്വാളിറ്റി കണ്ടൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.